നമസ്കാരം. പ്രധാന വാർത്തകൾ. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റി. ഇന്ത്യയുടെ ചരിത്ര ദൗത്യമായ സ്പെഡെക്സ് രണ്ടാം തവണയും മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. വ്യാഴാഴ്ച രാവിലെ 2 ഉപഗ്രഹങ്ങളും അതിൻ്റെ വേഗത കുറച്ച് ഡോക്കിങ്ങിന് സജ്ജമാകുമെന്നായിരുന്നു ISRO നൽകിയ റിപ്പോർട്ടുകൾ. എന്നാൽ ഉപഗ്രഹങ്ങളുടെ വേഗം പ്രതീക്ഷിച്ചതിനാലും കൂടുതലായതിനാലാണ് മാറ്റിവെക്കേണ്ടി വന്നത്. 2 ഉപഗ്രഹങ്ങൾ 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്ന് ഡോക്ക് ചെയ്യുക എന്നതായിരുന്നു സ്പെഡെക്സിൻ്റെ ദൗത്യം. നിലവിൽ ഉപഗ്രഹങ്ങൾ 500 മീറ്റർ അകലത്തിലാണുള്ളത്. നാളെ ചേസർ കൃത്യമായി അടുപ്പിക്കാൻ കഴിയാത്തതിനാൽ ഇനിയും ദൗത്യം ദിവസങ്ങൾ നീണ്ടുപോയേക്കാമെന്നും ഉപഗ്രഹങ്ങൾ രണ്ടും സുരക്ഷിതമാണെന്നും ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുമാണ് ISRO ഔദ്യോഗികമായി അറിയിച്ചത്. വിവാഹം കഴിക്കുന്ന യുവതിയുമായി സൗഹൃദം, ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടും കേട്ടില്ല. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് പിടികൂടി. തൃശൂരിലാണ് സംഭവത്തിൽ കോന്നൂർ സ്വദേശി അശ്വിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ ജെഫിനെയാണ് അശ്വിൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പ്രതിയായ അശ്വിൻ സുഹൃത്തായ ജെഫിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം ജെഫിൻ അനുസരിക്കാൻ തയ്യാറായില്ല. പെൺകുട്ടിയുമായുള്ള സൗഹൃദം തുടർന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് അശ്വിൻ ജെഫിനെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത്. വീണ്ടും ജീവനെടുത്ത കാട്ടാന. 22കാരന് ദാരുണാന്ത്യം. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കർണാടകയിലെ കൂട്ട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. പുൽപ്പള്ളി ഭാഗത്ത് കൊല്ലിവയൽ കോളനിയിലെത്തിയ വിഷ്ണുവിനെ പാതിരി റിസർവ് വനത്തിൽ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് കാട്ടാന ആക്രമിക്കുന്നത്. രാത്രികാല പരിശോധനയിലുണ്ടായിരുന്ന വനപാലകർ ഉടൻ സ്ഥലത്തെത്തി യുവാവിനെ ചുമന്ന വനപാതയിലെത്തിച്ചു. തുടർന്ന് വനവകുപ്പ് ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരിക്കുകയായിരുന്നു. വിഷ്ണു റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ദുരന്തം. 6 പേർക്ക് ദാരുണാന്ത്യം. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ വൻ അപകടത്തിൽ 6 പേർ മരിച്ചു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുപ്പതി വിഷ്ണു നിവാസം ഭാഗത്ത് വെച്ചാണ് ഇന്ന് വൈകിട്ടോടെ ദുരന്തമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ റൂയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വിതരണത്തിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട അപകടമുണ്ടായത്. കൂപ്പൺ വിതരണ കൗണ്ടറിന് മുന്നിൽ ആളുകൾ ഉന്തിത്തള്ളിക്കയറി. ഇതോടെയാണ് അപകടമുണ്ടായത്. തിരക്കിൽപ്പെട്ട ആളുകൾ സ്ഥലത്ത് നിന്ന് പരിഭ്രാന്തരായി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ തിരുപ്പതി ക്ഷേത്രത്തിൽ തിരക്കേറിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ വിസമ്മതിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അറസ്റ്റ് വാറണ്ട്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊബഗ്രഗഡയ്ക്ക് ഹൈക്കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. ഈ മാസം 20-ന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാരനായ ഡോക്ടർക്ക് പ്രമോഷൻ നൽകുമെന്ന ഉത്തരവ് ഇറക്കാത്തതിലാണ് നടപടി. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്.